Hello everyone, welcome to a new lesson with Maria's Lytics. Today we are going to talk about a poem titled The Express, written by Stephen Spender. And this is included in the AEC for Commerce in the FYUGP second semester students of Calicut University. And the lesson includes the context, the summary of the poem, analysis and notes are included in the slides, and the practicum component also is discussed. Appo, let's begin with the details of the poet. Stephen Spender was born in the year 1909 in London, and he lived through the troublesome period of world wars. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത് 1909 മുതൽ 1995 വരെയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു 20th സെഞ്ച്വറിയുടെ ബിഗിനിങ് എന്ന് പറയുന്നത് വേൾഡ് വാഴ്സിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ദെൻ സെഞ്ച്വറിയുടെ മിഡിലാവുമ്പോൾ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ നമുക്ക് ഈ ഒരു രണ്ട് വേൾഡ് വാറിൻ്റെയും പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു ജനറേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് കാണാൻ പറ്റും. സോ ഹി വാസ് എക്സ്പ്രസിങ് ഓൾ ദോസ് ഫിയേഴ്സ് ഓഫ് ദ കോമൺ പീപ്പിൾ. എങ്ങനെയാണ് സാധാരണക്കാർ ഈ ഒരു ട്രബിൾസം പീരീഡിലൂടെ കടന്നു പോയിട്ടുള്ളത്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അത് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇക്കണോമിക് ഡിപ്രഷൻ, ഇതെല്ലാം ആങ്സൈറ്റീസായിട്ടും അതിൻ്റെ പല തലത്തിലുള്ള വേർഷൻസായിട്ട് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹത്തെ പലപ്പോഴും ഓക്സ്ഫോർഡ് പോയറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടായിട്ട് കാണാം. WH ഓഡൻ, ക്രിസ്റ്റഫർ ഐഷവുഡ്, സിസിൽ ഡെ ലൂയിസ്, ലൂയി മാഗ്നീസ് തുടങ്ങിയ പോയറ്റ്സൊക്കെ, ഇവരുടെ കൂടെ ജീവിച്ചിരുന്ന പോയറ്റ്സൊക്കെ അടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഈ ഓക്സ്ഫോർഡ് പോയറ്റ്സ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇദ്ദേഹത്തെ പൈലൻ പോയറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിട്ടും ഇവർ വിളിക്കാറുണ്ട്. അതിന് റീസൺ ആയിട്ടുള്ളത് സ്പെൻഡർ തന്നെ എഴുതിയിട്ടുള്ളത് പൈലൺ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പോമുണ്ട്. പൈലൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി വയേഴ്സും ലൈൻസും ഒന്നായിട്ട് ക്യാരി ചെയ്യുന്ന വലിയ ടവർ പോലത്തെ പോസ്റ്റുകളില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു അപ്പിയറൻസിനെ കുറിച്ച് വളരെ റൂറലായിട്ടുള്ള ലാൻഡ്സ്കേപ്പിൽ പൈലൺസ് അപ്പിയർ ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ഇദ്ദേഹം സംസാരിക്കുന്നൊരു പോയമാണ് ദ പൈലൺ എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം, ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ ഇൻവെൻഷൻസ് എല്ലാം ഹ്യൂമൻ ലൈഫിൽ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണ്, അത് നല്ലതാണോ ചീത്തയാണോ തുടങ്ങിയ കൺസേൺസൊക്കെ. അപ്പോൾ ദീസ് നോൺ ഹ്യൂമൻ സ്ട്രക്ചേഴ്സ് ആർ ഓൾവേസ് ടേക്കൺ ഫോർ ഹയസ്റ്റ് സോഷ്യൽ വാല്യൂ. കാരണം റൂറൽ ഇലക്ട്രിഫിക്കേഷൻ പ്രോഗ്രാമൊക്കെ, ഒരു റൂറൽ ഏരിയാസിൽ ഇലക്ട്രിസിറ്റി വരിക എന്നുള്ളത് ഒരു ഇക്വാളിറ്റി കൊണ്ടുവരുന്നൊരു കാര്യമായിട്ടാണ് സ്പെൻഡർ കാണുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കൺസേൺസൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പോംസിൽ കാണാറുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോയട്രി കളക്ഷൻസ് ഇൻക്ലൂഡ് ഡോൾഫിൻസ് കളക്റ്റഡ് പോംസ്, ദെൻ ദി ജനറസ് ഡേയ്സ്, പോംസ് ഓഫ് ഡെഡിക്കേഷൻ ആൻഡ് ദി സ്റ്റിൽ സെൻറ്റർ. സോ ദ സ്റ്റിൽ സെൻറ്റർ എന്നുള്ള കളക്ഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ദിസ് പോം, ദ എക്സ്പ്രസ്, വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദിസ് 1939 കളക്ഷൻ, ദ സ്റ്റിൽ സെൻറ്റർ. അപ്പോൾ ഈ ഒരു കളക്ഷനിലാണ് നമ്മുടെ കവിത അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് this poem has 27 lines and consisting of 3-4 stanzas. ചില പ്രിൻറ്റിങ്ങിൽ ഇത് 4 stanzas ആയിട്ടും കാണാം, ചിലതിൽ 3 ആയിട്ടും കാണാറുണ്ട്. ബട്ട് വിത്ത് നോ ഡെഫിനിറ്റ് റൈം സ്കീം. ഒരു ഫ്രീ വേഴ്സ് ഫോമിലാണ് ഈ കവിത വന്നിട്ടുള്ളത്. സോ ദിസ് ഇസ് ദി ടെക്സ്റ്റ് ഓഫ് ദ പോം. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റാൻസ വൈസ്, സെക്ഷൻ വൈസ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ അനാലിസിസിലേക്ക് പോവാം. നൗ കമ്മിങ് ടു അവർ ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ സിലബസിനകത്ത് ഈ പോം അപ്പിയർ ചെയ്യുന്നത് മൊഡ്യൂൾ 2-ലാണ്. മൊഡ്യൂൾ 2 ഇസ് ടൈറ്റിൽഡ് ആസ് സ്പെസിമെൻസ് ഫ്രം ദി ലിറ്റററി വേൾഡ്. അപ്പോൾ ഇതിലുള്ള പീസസ് പലതും ടെക്നോളജിക്കൽ ഇൻവെൻഷൻസ് ആൻഡ് ഇന്നോവേഷൻസ്, ഹൗ ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ പ്രോഗ്രസ് എന്നുള്ളൊരു തീമിലേക്കാണ് വരുന്നത്. എങ്ങനെയാണ് ടെക്നോളജിക്കൽ ഇൻവെൻഷൻസും പ്രോഗ്രസ്സും ഒക്കെ ഹ്യൂമൻ പ്രോഗ്രസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീംസാണ് ഇതിൽ കാര്യമായിട്ട് വരുന്നത്. അതുമാത്രമല്ല, പ്രാക്ടിക്കം കോമ്പോണൻറ്റിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു വർക്ക് എന്ന് പറയുന്നത് അനലൈസിങ് ദി ലാംഗ്വേജ്, ഇമേജറി, സിംബലിസം ഒക്കെ. ഈ പോം എങ്ങനെയാണ് ഇമേജസും മെറ്റഫേഴ്സും ഒക്കെ ഈ ഒരു തീമിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യുക എന്നതൊക്കെയാണ് ഒരു പ്രാക്ടിക്കമായിട്ട് കൊടുത്തിട്ടുള്ളത്. So without much ado, let's go to the poem. So the first lines are, after the first powerful plain manifesto, the black statement of pistons.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ദി എക്സ്പ്രസ് എന്ന് പറയുന്നതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ട്രെയിനെയാണ്. സോ ആഫ്റ്റർ ദ ഫസ്റ്റ് പവർഫുൾ പ്ലെയിൻ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ചൂളം വിളിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ ഒരു പ്രസ്താവനയായിട്ടാണ് കാണുന്നത്. ഒരു പ്ലെയിൻ മാനിഫെസ്റ്റോ, ദിസ് ഇസ് മീ, ഐ ആം സ്റ്റാർട്ടിങ് മൈ ജേർണി എന്നുള്ള ഒരു മാനിഫെസ്റ്റോ ആയിട്ടാണ് കാണുന്നത്. ദ ബ്ലാക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പിസ്റ്റൺസ്, ഒരു പിസ്റ്റൺസ് ആണല്ലോ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നടത്തുന്നത്. സോ വിത്തൗട്ട് മൂവേഴ്സ്, അപ്പോൾ ആദ്യത്തെ ആ ഒരു ചൂളം വിളിക്ക് ശേഷം വിത്തൗട്ട് മൂവേഴ്സ്, വലിയ ബഹളങ്ങളൊന്നും ഇല്ലാണ്ട്, ഇറ്റ് ഈസ് ഗ്ലൈഡിങ് ലൈക്ക് എ ക്വീൻ ഷീ ലീവ്സ് ദ സ്റ്റേഷനിൽ നിന്ന് ഒരു ക്വീനിനെ പോലെയാണ് ഈ ട്രെയിൻ മൂവ് ചെയ്യുന്നത് എന്നാണ് ദി റൈറ്റർ ഇസ് സേയിങ്. സോ ഇവിടെ ട്രെയിനിൻ്റെ ഒരു മെക്കാനിക്കൽ സ്ട്രെങ്ത്താണ് ആദ്യം കാണിക്കുന്നത്. ഈ ഒരു പവർഫുൾ ബ്ലാക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു റോ മെക്കാനിക്കൽ പവറാണ് കാണിക്കുന്നത്. ബട്ട് അത് അഗ്രസീവായിട്ടുള്ള ഒരു പവറായിട്ടല്ല കാണിക്കുന്നത്. കാരണം അതിൻ്റെ കൂടെ തന്നെ ഇറ്റ് ഇസ് ഗ്ലൈഡിങ് ലൈക്ക് എ ക്വീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈൻസിൽ തന്നെ ദ പോയറ്റ് ഇസ് പെർസോണിഫൈയിങ് ദ ട്രെയിൻ, ദി എക്സ്പ്രസ് ട്രെയിൻ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഹ്യൂമൻ ലൈക്ക് ക്വാളിറ്റീസ് നമ്മൾ അട്രിബ്യൂട്ട് ചെയ്യുന്നതിനും കൊടുക്കുന്നതിനൊക്കെയാണ് നമ്മൾ പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ട്രെയിനിനെ മോർ ദാൻ എ ട്രെയിൻ വളരെ ക്വീൻലി ആയിട്ടുള്ളൊരു ലേഡി അല്ലെങ്കിൽ ഒരു ക്വീനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വീൻ്റെ എടുപ്പോടുകൂടി ദ ട്രെയിൻ ഇസ് ലീവിങ് ദ സ്റ്റേഷൻ വിത്തൗട്ട് ബോയിങ് ആൻഡ് വിത്ത് റെസ്ട്രെയിൻഡ് അൺകൺസേൺ. അപ്പോൾ ആരുടെ മുന്നിലും കുനിയുന്നൊന്നുമില്ല, അതുപോലെ വളരെ ഒതുങ്ങിയിട്ടുള്ള അൺകൺസേൺ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ളൊരു വേർഡാണ് ഇവിടെ. അതായത് ഒരു ക്വീൻ, ഒരു നോബിളായിട്ടുള്ള പേഴ്സൺ താഴേക്കിടയിലുള്ള ആൾക്കാരുടെ ഇമോഷൻസിനെ കുറിച്ചൊന്നും കൺസേൺഡ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് കൺസേൺ ഇല്ലാത്ത തരം, അപ്പോൾ വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു ക്വീനെ പോലെ ഷീ പാസസ് ദി ഹൗസസ് വിച്ച് ഹംബ്ലി ക്രൗഡ് ഔട്ട്സൈഡ്. ഓരോ വേർഡും വളരെ കൃത്യമായിട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുറത്തുള്ള ചെറിയ ഹഡിൽ ചെയ്ത് കൂടി നിൽക്കുന്ന ചെറിയ വീടുകളുടെ മുന്നിലൂടെ ഷീസ് പാസിങ് ലൈക്ക് എ ക്വീൻ. ദ ഗ്യാസ് വർക്ക്സ് ആൻഡ്, അപ്പോൾ അവിടെ ഗ്യാസ് വർക്ക്സിൻ്റെ അതിന് മുന്നിലൂടെ കടന്നു പോകുന്നു. ആൻഡ് ദെൻ ദി ഹെവി പേജ് ഓഫ് ഡെത്ത്, വാട്ട് ഇസ് ഇറ്റ്? പ്രിൻറ്റഡ് ബൈ ഗ്രേവ് സ്റ്റോൺസ് ഇൻ ദ സെമിറ്ററി. അപ്പോൾ സെമിത്തേരിയെ ഇറ്റ് ഈസ് ലൈക്ക് എ പേജ് ഓഫ് ഡെത്ത്, ഹെവി പേജ് ഓഫ് ഡെത്ത് പ്രിൻറ്റഡ് ബൈ ഗ്രേവ് സ്റ്റോൺസ് ഇങ്ങനെ നാട്ടി വെച്ചിരിക്കുന്ന സെമിത്തേരിയുടെ ഡെത്തിൻ്റെ പേജിനെ കാണിക്കുന്ന അതിൻ്റെ മുന്നിലൂടെ പോലും വളരെ ക്വീൻലി ആയിട്ട് ഈ ട്രെയിൻ കടന്നു പോകുന്നൊരു പിക്ചറാണ് ഫസ്റ്റത്തെ സ്റ്റാൻസ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ദ ട്രെയിൻ മൂവ്സ് വിത്ത് എ റിമാർക്കബിൾ ഗ്രേസ്, ഗ്ലൈഡിങ് ലൈക്ക് എ ക്വീൻ ആസ് ഇറ്റ് ലീവ്സ് ദ സ്റ്റേഷൻ, സെറ്റിംഗ് എ ഫാസിനേറ്റിംഗ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഇൻഡസ്ട്രിയൽ മൈറ്റ് ആൻഡ് എലഗൻറ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇവിടെ തന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പവറും പുതിയൊരു ഇൻവെൻഷൻ, ഇതുവരെ ട്രെയിൻ ഓടാത്തൊരു ലാൻഡ്സ്കേപ്പിൽ വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു ട്രെയിൻ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വലിയൊരു മാറ്റം അതുകൂടെയാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേസമയം അതിനെ ഒരു ക്വീൻ്റെ മൂവ്മെൻറ്റായിട്ട് ഡിക്കേറ്റ് ചെയ്യുന്നത് അതിനെ ഒരു ബ്യൂട്ടിഫുൾ ആണ് അത് എന്നുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദ റോ ഇൻഡസ്ട്രിയൽ പവർ ഈസ് കോൺട്രാസ്റ്റഡ് വിത്ത് ദി റീഗൽ മൂവ്മെൻറ്റ്. ലേഡി ലൈക്ക് ആയിട്ടുള്ള മൂവ്മെൻറ്റിനോട് ഈ റോ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഇൻവെൻഷൻ ഇതിനെ ഇക്വേറ്റ് ചെയ്യാണ്, കോൺട്രാസ്റ്റ് ചെയ്യാണ്. സോ ദ മെറ്റഫോറിക്കൽ ലാംഗ്വേജ് ഇസ് യൂസ് ടു ജക്സ്റ്റപ്പോസ് ദ മെക്കാനിക്കൽ വിത്ത് ദി റോയൽ ആൻഡ് ബ്യൂട്ടിഫുൾ തിങ്. സോ അവിടെ വളരെ കൃത്യമായിട്ടുള്ളൊരു കോൺട്രാസ്റ്റാണ് അവിടെ വരുന്നത്. ആൻഡ് ഇൻ ദി സെക്കൻഡ് സ്റ്റാൻസ ട്രെയിനിൻ്റെ ഒരു ജേർണി ത്രൂ ഒരു urban ലാൻഡ്സ്കേപ്പിൽ നിന്നും മാറുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ബിയോണ്ട് ദ ടൗൺ ദർ ലൈസ് ദി ഓപ്പൺ കൺട്രി where gathering speed she acquires mystery. അപ്പോൾ പിന്നീട് ട്രെയിൻ മൂവ് ചെയ്യുന്നത് ഓപ്പൺ കൺട്രിയിലൂടെയാണ്, അതായത് റൂറൽ ഏരിയാസിലൂടെയാണ്. അപ്പോഴേക്കും ട്രെയിന് സ്പീഡ് കൂടുന്നുണ്ട്. സ്പീഡ് കൂടുന്നതോടുകൂടെ അതിൻ്റെ കൂടെ ഷീ അക്വയേഴ്സ് മിസ്റ്ററി. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ, എന്തൊക്കെയോ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് നമ്മൾ മിസ്റ്ററി എന്ന് പറയുന്നത്. ദെൻ ദ ലൂമിനസ് സെൽഫ് പൊസഷൻ ഓഫ് ഷിപ്സ് ഓൺ ഓഷ്യൻ. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുന്നത് ഓഷ്യനിൽ വലിയ സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന ഒരു കപ്പലിൻ്റെ ഒരു ജേണിയുമായിട്ടാണ്. സോ എ ഷിപ്പ് ഇൻ എ സീ ഇസ് എ വെരി പവർഫുൾ സിമ്പിൾ അല്ലേ? അതൊരു ധൈര്യത്തിൻ്റെയും ഒക്കെ ഒരു സ്ട്രെങ്ത്തിൻ്റെയൊക്കെ ഒരു സിമ്പിളാണ് ഒരു ഷിപ്പ്. അത് ഇറ്റ് ഈസ് ഗോയിങ് ടു ദി എൻലെസ് സീ. ഒരു പേടിയും കൂടാതെ സീയിലേക്ക് പോകുന്ന ഒരു ഷിപ്പുമായിട്ടാണ്
ഈ പുതിയ ട്രെയിനിനെ കമ്പയർ ചെയ്യുന്നത്. സോ ദ ലൂമിനസ് എന്ന് പറഞ്ഞാൽ ട്വിങ്ക്ലിങ് അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന എന്നൊക്കെയുള്ളതാണ്. സെൽഫ് പൊസഷൻ, അതിൻ്റെ ഒരു സ്വയം ഒരു ഭാവം ഉണ്ടല്ലോ, ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് നൗ ഷീ ബിഗിൻസ് ടു സിങ്. അപ്പോഴേക്ക് ട്രെയിനിൻ്റെ ഒരു ഹമ്മിങ് ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഷീ ബിഗിൻസ് ടു സിങ് അറ്റ് ഫസ്റ്റ് ക്വൈറ്റ് ലോ ആൻഡ് ദെൻ ലൗഡ്. ആദ്യം പതുക്കെ ആ ഒരു എരമ്പലിൽ തുടങ്ങി, മുകളിൽ തുടങ്ങി, ദെൻ അറ്റ് ലാസ്റ്റ് വിത്ത് എ ജാസി മാഡ്നസ്. ജാസി എന്ന് പറയുമ്പോൾ ജാസിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ വളരെ ബഹളമുള്ളൊരു മ്യൂസിക്കാണ്. ദെൻ ഇറ്റ് ഈസ് ദി ജാസി മാഡ്നസ്. അപ്പോഴേക്കും ട്രെയിനിന് സ്പീഡ് കൂടുന്നുണ്ട്. ആൻഡ് ദ സോങ് ഓഫ് ഹെർ വിസിൽ സ്ക്രീമിങ് അറ്റ് കർവ്സ്. ദെൻ ആ ഒരു സ്പീഡ് കൂടുന്നതിനനുസരിച്ചുള്ള ആ ഒരു ട്രെയിനിൻ്റെ സൗണ്ടിൽ വരുന്ന മാറ്റമാണ് ഇവിടെ കാണിക്കുന്നത്. സ്ക്രീമിങ്, അലറി വിളിക്കുന്ന, അറ്റ് കർവ്സ്, വളവുകളിലൊക്കെ എത്തുമ്പോഴുള്ള ഒരു സൗണ്ട്. ആൻഡ് ദെൻ ഓഫ് ഡെഫനിങ് ടണൽസ്. ടണലിനകത്തൂടെ പോകുമ്പോഴുള്ള ട്രെയിനിൻ്റെ സൗണ്ട്, അതിൻ്റെ ബ്രേക്സിൻ്റെയും ഇന്യൂമറബിൾ ബോൾട്ട്സിൻ്റെയൊക്കെ ഒരു സൗണ്ട് വളരെ ഭീകരമായിട്ടുള്ളൊരു ശബ്ദമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു എന്താ പറയുക, ട്രെയിൻ ആ ഒരു ഓപ്പൺ കൺട്രിയിൽ നിന്ന് ഇങ്ങനെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഒരു സെൻസ് ഓഫ് മിസ്റ്ററിയും അതിലൂടെ കൂടെ ഒരു ഫ്രീഡവും ഒക്കെ കാണിക്കുന്നുണ്ട്. സോ ഗ്യാതറിംഗ് സ്പീഡ് ദ ട്രെയിൻ അക്വയേഴ്സ് എ സെൻസ് ഓഫ് മിസ്റ്ററി ആൻഡ് ഫ്രീഡം. സ്പെൻഡർ കമ്പയർസ് ഇറ്റ്സ് മൂവ്മെൻറ്റ് ടു ദാറ്റ് ഓഫ് ദ ഷിപ്സ് ഓൺ ഓഷ്യൻ, സജസ്റ്റിംഗ് എ സെൻസ് ഓഫ് ലിമിറ്റ്ലെസ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ഷിപ്പിൻ്റെ ഇമേജറി തന്നെ ഒരു ലിമിറ്റ്ലെസ് പൊട്ടൻഷ്യലാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു എന്തും ചെയ്യാനുള്ള, എത്രയും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഇതിലേക്കും കടന്നു പോകാനുള്ള അതിൻ്റെ ഒരു മൈറ്റിനെ, പവറിനെയാണ് കാണിക്കുന്നത്. സോ ദിസ് സ്റ്റാൻസ ക്യാപ്ചേഴ്സ് ദ എസെൻസ് ഓഫ് ജേർണി ആസ് എ മെറ്റഫോർ ഫോർ പേഴ്സണൽ ആൻഡ് കളക്റ്റീവ് പ്രോഗ്രസ്. അപ്പോൾ ഇവിടെയാണ് ഒരു ട്രെയിൻ ഒരു സ്ഥലത്ത് ഓടുക എന്ന് പറയുന്നത് ഒരു ജനതയ്ക്ക് വരുന്ന ഒരു പ്രോഗ്രസിൻ്റെ സിമ്പിളാണ്. ഇറ്റ് മേക്സ് തിങ്സ് ഈസി ഫോർ ദെം. പുതിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാനും പുതിയ നാടുകളിലേക്ക് പോകാനൊക്കെ ഈസി ആവുന്ന ഒരു മെറ്റഫറാണ് അവിടെ കാണിക്കുന്നത്. ദ ട്രെയിൻ ഇസ് നോ ലോങ്ങർ ജസ്റ്റ് എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇവിടെ ട്രെയിൻ എന്ന് പറയുന്നത് ആ ട്രെയിനിനെ മാത്രമല്ല ഇവിടെ കവി അതിനെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ബട്ട് ഇറ്റ് ബിക്കംസ് എ സിമ്പിൾ ഓഫ് ഹ്യൂമൻ ആസ്പിറേഷൻ ആൻഡ് എബിലിറ്റി ടു ബ്രേക്ക് ഫ്രീ ഫ്രം കൺസ്ട്രെയിൻസ്. അപ്പോൾ പുതിയ ഇൻവെൻഷൻസും ടെക്നോളജീസും വരുന്നതോടുകൂടി നമ്മുടെ ഹ്യൂമൻ അച്ചീവ്മെൻറ്റ് കൂട്ടുവാനും അത് പുതിയ തലങ്ങളിലേക്കുള്ള യാത്രകൾക്കും ഒക്കെയുള്ള ഒരു വേദിയായിട്ടാണ്, വെന്യൂ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. സോ ദ എബിലിറ്റി ടു ബ്രേക്ക് ഫ്രീ, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കെട്ടുപാടുകളിൽ നിന്നും ഫ്രീ ആവാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഹ്യൂമൻ ബീയിങ്സിന് കളക്റ്റീവായിട്ടൊരു സൊസൈറ്റിക്ക് വരുന്നത് കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. സോ കമ്പാരിസൺ വിത്ത് ഓഷ്യാനിക് ഷിപ്പ് സജസ്റ്റ് ഫ്രീഡം ആൻഡ് എക്സ്പ്ലോറേഷൻ. ദെൻ മിസ്റ്ററി എന്ന് പറയുന്നത് ട്രാൻസെൻഡൻസ് ഓഫ് ഫിസിക്കൽ ലിമിറ്റേഷൻസ്. ഫിസിക്കൽ ലിമിറ്റേഷൻസിനെ കടന്ന് നമ്മൾ പുതിയതായിട്ടുള്ള മിസ്റ്റീരിയസ് ലൊക്കേഷൻസിലേക്ക് പോകാനും ഒക്കെയുള്ള ഒരു എബിലിറ്റി കൂടി കാണിക്കുന്നു. സോ ഹിയർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലിബറേഷനാണ് ഇവിടെ കാണിക്കുന്നത്. സോ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിനെ ഒരു സ്പേഷ്യൽ ചേഞ്ച് കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ആദ്യം ഒരു ഏർബൻ ലാൻഡ്സ്കേപ്പിൽ നിന്നും സിറ്റിയിൽ നിന്നും ഒരു ഓപ്പൺ ലാൻഡ്സ്കേപ്പിലേക്കുള്ള യാത്ര, ആ ഒരു സ്പേഷ്യൽ ഷിഫ്റ്റ് കൂടി ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ജേർണി എന്ന് പറയുന്നത് സെൽഫ് ഡിസ്കവറിയാണ്. അതിനുള്ള ഒരു വെന്യൂ ആണ്, ഒരു ടൂളായിട്ടാണ് ട്രെയിനിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു സെക്ഷനിൽ നമുക്ക് കാണാം ഈ ഒരു ഡെഫനിങ് ആയിട്ടുള്ള ഒരു സൗണ്ടിലേക്ക്, ചെവി അടപ്പിക്കുന്ന ഒരു സൗണ്ടിലേക്ക് ആദ്യം പതുക്കെ തുടങ്ങി വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു നോയ്സിൽ നിന്നും പിന്നീട് അതിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഒരു മ്യൂസിക്കൽ കോമ്പോസിഷനിലേക്കുള്ള ഒരു പോക്കാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം മെല്ലെ തുടങ്ങി പിന്നെ ജാസി മാഡ്നസ്സിലേക്ക് പോകുന്നു. ആൻഡ് ദെൻ ടണലിനകത്തൂടെയൊക്കെ പോകുമ്പോഴുള്ള വിസ്ലിംഗ്, കർവ്സ്, ടണൽസ്, ബ്രേക്സ്, ഇതെല്ലാം കൂടി ദ പോയറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ കോംപ്ലെക്സ് മ്യൂസിക്കൽ കോമ്പോസിഷൻ. ഒരു മ്യൂസിക്കൽ കോമ്പോസിഷൻ്റെ ഒരു ഇമേജാണ് ഇവിടെ, അല്ലെങ്കിൽ മെറ്റഫറാണ് ഇവിടെ പോയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദിസ് പാർട്ട് ബ്രില്യൻ്റ്ലി ഇല്ലസ്ട്രേറ്റ്സ് ഹൗ ടെക്നോളജി ക്യാൻ ബി വ്യൂഡ് ആസ് എൻ ആർട്ട് ഫോം. അപ്പോൾ ഈവൻ ഒരു ട്രെയിനിൻ്റെ വളരെ റഫായിട്ടുള്ള ഒരു നോയ്സ് പോലും ഒരു ആർട്ട് ഫോം ആയിട്ട് കാണുന്ന ഒരു ചേഞ്ചാണ് ഇവിടെ കാണുന്നത്. സോ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റിതം, പാഷൻ ആൻഡ് എക്സ്പ്രഷൻ. അപ്പോൾ ഒരു ട്രെയിനിന് ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുകയാണ്, ഒരു പേഴ്സൺഹുഡ് കൊടുത്തിട്ട് അതിൻ്റെ മ്യൂസിക്കിനെ ഒരു മ്യൂസിക്കൽ കോമ്പോസിഷനായിട്ട്, അതിൻ്റെ സൗണ്ടിന് ഒരു മ്യൂസിക്കൽ കോമ്പോസിഷനായിട്ട് കാണുകയാണ്. സോ ദ മെക്കാനിക്കൽ നോയ്സസ് ബിക്കം എ മെറ്റഫോറിക്കൽ സോങ് ഓഫ് പ്രോഗ്രസ് ആൻഡ് ഹ്യൂമൻ ഇന്നോവേഷൻ. അതും പുരോഗതിയുടെ ഒരു സിമ്പിളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ദെൻ ഓഫ് ഡെഫനിങ് ടണൽസ്, ബ്രേക്സ് ആൻഡ് ഇന്യൂമറബിൾ
ബോൾസ് അവിടെയാണ് എത്തി നിൽക്കുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കാം. സോ ആൻഡ് ഓൾവേസ് ലൈറ്റ് ഏരിയൽ അണ്ടർനീത്ത് ഗോസ് ദ എലീറ്റ് മീറ്റർ ഓഫ് ഹെർ വീൽസ്. അപ്പോൾ ഇവിടെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ എലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പി എന്നുള്ളൊരു മീനിങ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വീൽസ് ഇതിൻ്റെ സ്റ്റീമിങ് എന്ന് പറയുന്നത് ആ സ്റ്റീം എൻജിനാണ്, പിന്നെ അതിൻ്റെ പുകയും സ്റ്റീമിങ്ങും. അപ്പോൾ ഒരു മെറ്റൽ ലാൻഡ്സ്കേപ്പിലൂടെയാണ് ഈ ഒരു ട്രെയിന് പോകുന്നത്. ദി ട്രെയിൻ ഇസ് മൂവിങ് ഫാസ്റ്റ് ബട്ട് ഇറ്റ് ഇസ് മൂവിങ് ത്രൂ ദി മെറ്റൽ railway tracks. Okay, so she plunges to new eras of wild happiness. അപ്പോൾ ഫാസ്റ്റായിട്ട് പ്ലഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഊളിയിടുന്ന ഒരു മൂവ്മെൻറ്റിനാണ്. അപ്പോൾ ഫാസ്റ്റായി ഷീ പ്ലഞ്ചസ് ടു ന്യൂ ഇറാസ് ഓഫ് വൈൽഡ് ഹാപ്പിനെസ്. പുതിയ ലോകങ്ങളിലേക്കാണ് അവൾ ഊളിയിട്ട് പോകുന്നത്. അപ്പോൾ അവൾ എന്നാണ് ഇവിടെ ട്രെയിനിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു ഫെമിനിൻ ക്യാരക്ടറാണ് ഇവിടെ അട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ളത്. സോ ഒരു വൈൽഡ് ഹാപ്പിനെസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. സ്പീഡ് ത്രോസ് അപ്പ് സ്ട്രേഞ്ച് ഷേപ്സ് ബ്രോഡ് കർവ്സ്. അപ്പോൾ സ്പീഡിൽ ഫാസ്റ്റായി പോകുന്ന ഒരു ട്രെയിനിൻ്റെ അകത്ത് പുറത്തേക്ക് നോക്കുമ്പോഴും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ ആ ട്രെയിനിനെ നോക്കുമ്പോഴും ഒരു ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫാസ്റ്റായിട്ടുള്ള ഒരു ബ്രോഡായിട്ടുള്ള കേർവ്സൊക്കെ ആകെ ഷേപ്പ് മാറുന്നു. അപ്പോൾ അതും കൂടെ സ്ട്രേഞ്ച് ഷേപ്പായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് പാരലൽസ് ക്ലീൻ ലൈക്ക് ദ സ്റ്റീൽ ഓഫ് ദ ഗൺ. അപ്പോൾ ഈ സ്റ്റീൽ ഓഫ് ദ ഗൺ എന്നുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് ഉണ്ടാക്കിയിട്ടുള്ള വളരെ ക്ലീനായിട്ടുള്ള ഒരു സ്റ്റീൽ ബോഡിയാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫാസ്റ്റായിട്ട് അങ്ങ് പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്കത് ക്ലിയറായിട്ട് കാണാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു മെറ്റൽ ലാൻഡ്സ്കേപ്പാണ് മൊത്തത്തിൽ. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മെറ്റൽ and it is passing through the metal railway line. So the train represents, the metal landscape of the train represents more than a physical journey. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ ജേർണിയും അതിൻ്റെ ബോഡി മാത്രമല്ല ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ സിംബലൈസ് ദ പൊട്ടൻഷ്യൽ ഫോർ വൈൽഡ് ഹാപ്പിനെസ് ആൻഡ് ന്യൂ പോസിബിലിറ്റീസ്. Then the imagery suggests that technology and progress can be sources of joy and liberation. അപ്പോൾ മ്യൂസിക്കൽ മെറ്റഫർ നമ്മൾ കണ്ടു. ഒരു ജാസി മ്യൂസിക്, വൈൽഡ് ഹാപ്പിനെസ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഫോമാണ് ജാസി മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫാസ്റ്റായിട്ടുള്ള സ്പീഡിനെയാണ് ഈ ഒരു സ്റ്റാൻസയിൽ മൊത്തം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹെർ വിസിൽ സ്ക്രീമിങ് അറ്റ് കർവ്സ് ആൻഡ് ഡെഫണിങ് അറ്റ് ടണൽസ്. അപ്പോൾ അങ്ങനെ സൗണ്ടും കൂടി എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ട്രഡീഷണൽ ബൗണ്ടറീസ് ബിറ്റ്വീൻ മെക്കാനിക്കൽ ആൻഡ് ആർട്ടിസ്റ്റിക് ഇസ് സീൻ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ തമ്മിലുള്ള ഈ വിടവിന്, ട്രഡീഷണലായിട്ടുള്ള ട്രെയിൻ ഇല്ലാതിരുന്നൊരു ലാൻഡ്സ്കേപ്പിൽ ട്രെയിൻ വരുന്ന ഒരു മാറ്റത്തിന് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടല്ല കാണുന്നത്, അതിൻ്റെ ഒരു സെലിബ്രേഷനാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസേഴ്സിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു വൈൽഡ് ഹാപ്പിനെസ് കൊണ്ടുവരുന്നതിനോട് കൂടി അവിടെ ഒരു ഡൗട്ടും കൂടെ അവിടെ ബാക്കി വെക്കുന്നുണ്ട്. അതായത് സ്ട്രേഞ്ച് ഷേപ്പാണ് പിന്നീട് വരുന്നത്, നമ്മുടെ കാഴ്ചയെ ആകെ മാറ്റിമറിക്കുന്നുണ്ട് ഫാസ്റ്റായിട്ടുള്ള ഈ ഒരു സ്പീഡ്. അപ്പോൾ അതിനകത്ത് ഒരു പൊട്ടൻഷ്യൽ ഓഫ് ഡിസ്ട്രക്ഷൻ കൂടിയുണ്ട്. നമ്മുടെ റിയാലിറ്റിയെ ഇത് മാറ്റിമറിക്കുന്നു, നമ്മളുടെ കാഴ്ചയെ ഇത് മാറ്റിമറിക്കുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷനും കൂടി അവിടെ വരുന്നുണ്ട്. ആൻഡ് നൗ coming to the last stanza. At last, further than Edinburgh or Rome, beyond the crest of the world, she reaches night. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു നാട് വിട്ടിട്ട്, എഡിൻബർഗും വിട്ടിട്ട്, അവരുടെ UK എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ വിട്ടിട്ട് റോമിലേക്ക് പോവാം. ആൻഡ് ദെൻ അവിടെ നിന്നും പാസ് ചെയ്തിട്ട് ബിയോണ്ട് ദ ക്രെസ്റ്റ്, ദ ടോപ്പ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് വരെ യാത്ര ചെയ്യാം. ആൻഡ് ഷീ റീച്ചസ് നൈറ്റ് വിത്ത് only a low streamline brightness of phosphorus on the tossing hills is white. അപ്പോൾ ഒരു മൗണ്ടൻ ടോപ്പിലൊക്കെ എത്തുമ്പോൾ പിന്നെ ട്രെയിനിൻ്റെ ആ മുകളിൽ, അതായത് ഹിൽസിൻ്റെ മുകളിലുള്ള ഒരു ഫോസ്ഫോറസ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് മാത്രമേ കാണൂ. ഫോസ്ഫോറസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുട്ടത്തൊക്കെ തിളങ്ങുന്ന കളേഴ്സ് ഇല്ലേ, ലൂമിനസ് ആയിട്ടുള്ള കളേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൈറ്റ്, ഒരു സ്ട്രീം ലൈൻ ഓഫ് ബ്രൈറ്റ്നെസ് മാത്രമായിരിക്കും കാണുന്നത്. സോ അത്രയും ഫാസ്റ്റായിട്ട് അത് ഹിൽസിൻ്റെയൊക്കെ മുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇറ്റ് ഈസ് ഇക്വേറ്റഡ് വിത്ത് എ കോമെറ്റ്. ലൈക്ക് എ കോമെറ്റ് ത്രൂ ഫ്ലെയിം. ഒരു വാൽനക്ഷത്രം പോലെ ഇങ്ങനെ പറന്നു പോകുന്ന, അത്രയും സ്പീഡിൽ പാസ് ചെയ്തു പോകുന്ന ഒരു കോമറ്റ് പോലെ, ത്രൂ ഫ്ലെയിമോട് കൂടി പോകുന്ന ഒരു കോമറ്റിനോട് ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്നു. ഷീ മൂവ്സ് എൻട്രാൻസ്ഡ്. അപ്പോൾ ഒരു കോമറ്റിനെയൊക്കെ കാണുമ്പോൾ നമ്മളും ആകെ എൻട്രാൻസ്ഡ് ആയിട്ട് ഒരു അന്തം വിട്ട് നിൽക്കില്ലേ, ആ ഒരു സ്റ്റേറ്റാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ
ഷീ മൂവ്സ് എൻട്രാൻസ്ഡ്. അപ്പോൾ ട്രെയിനും അതിൻ്റെ സ്വന്തം സ്പീഡിൽ ആകെ മയങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ദ റാപ്ഡ് ഇൻ ഹെർ മ്യൂസിക്, അതിൻ്റെ സ്വന്തം മ്യൂസിക്കൽ. അപ്പോൾ ട്രെയിനിൻ്റെ നോയ്സിനെ നേരത്തെ തന്നെ മ്യൂസിക്കൽ കോമ്പസിഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്തല്ലോ. അപ്പോൾ സ്വന്തം പാട്ടിൽ തന്നെ മയങ്ങി നിൽക്കുന്ന ഒരു ക്വീൻ ലേഡി ലൈക്ക് ട്രെയിനെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ ആൻഡ് ദി ലാസ്റ്റ് ലൈൻ സേസ് ദാറ്റ് ഈ ഒരു മ്യൂസിക് ഇറ്റ് ഹാസ് നോ ഈക്വൽ വിത്ത് ഈവൻ എ ബേർഡ് സോങ്. അപ്പോൾ ഇതിനെ ഒരിക്കലും ഒരു ബേർഡ് സോങ്ങുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഓർ ദ ബോ ബ്രേക്കിംഗ് വിത്ത് ഹണി ബഡ്സ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ്. ഇങ്ങനെ മഞ്ഞുതുള്ളികൾ ഇറ്റി വീഴുന്ന ഒരു ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ അതിനേക്കാളും ഒരു ബേർഡ് സോങ്ങിനേക്കാളും ഒക്കെ ബ്യൂട്ടിഫുള്ളാണ് ഒരു ട്രെയിനിൻ്റെ ഒരു വിസ്ലിംഗ് ആൻഡ് ഇറ്റ്സ് ഫാസ്റ്റ് പേസ് എന്നുള്ളത്. അത് രണ്ടും കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ദ ട്രെയിൻ ഈസ് മോർ ബ്യൂട്ടിഫുൾ എന്നുള്ള ഒരു രീതിയിലാണ് കവിത പറഞ്ഞു വെക്കുന്നത്. സോ വെൻ ദ നൈറ്റ് ഫോൾസ് ദ ട്രെയിൻ മൂവ്സ് ലൈക്ക് എ കോമറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ലവ്ലിയർ ദാൻ even a bird song or a tree with sweet flowers. So the swift and majestical travel and singing makes a journey a metaphor for human potential. അപ്പോൾ ഹ്യൂമൻ പൊട്ടൻഷ്യലിൻ്റെ, മനുഷ്യൻ്റെ കഴിവുകളെ അത് എത്രത്തോളം ടെക്നോളജിയിലൂടെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തീമിലേക്കാണ് ഈ കവിത പോകുന്നത്. സോ നൈറ്റ് റെപ്രസെൻറ്റ്സ് അൺനോൺ പോസിബിലിറ്റീസ്. അപ്പോൾ ആ നൈറ്റിനെ പോലും, ഇരുട്ടിനെ പോലും മാറ്റി നിർത്തിയിട്ട് മനുഷ്യന് പ്രോഗ്രസ്സിലേക്ക് കുതിക്കാൻ പറ്റുന്ന ആ ഒരു മൂവ്മെൻറ്റാണ്. ട്രാൻസെൻഡിങ് ലിമിറ്റേഷൻസ്, നമ്മുടെ എല്ലാ പരിമിതികളെയും മറികടന്നിട്ടുള്ളൊരു പോക്കിനെയാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ട്രാൻസെൻഡൻസ് ആൻഡ് മിസ്റ്റീരിയസ് ഡെസ്റ്റിനേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ as a concluding analysis, Stephen Spencer's poem The Express is a modernist celebration of technological progress. Technological progressൻ്റെ ഒരു celebration തന്നെയാണിത്. And written in the early 20th century, the poem captures the excitement and dynamism of industrial innovation. പുതിയ ഇൻഡസ്ട്രിയൽ കണ്ടുപിടുത്തങ്ങൾ വരുന്നതും അതെങ്ങനെ ഒരു മെക്കാനിക്കൽ ജേണിയെ, ഒരുപാട് ദിവസങ്ങളെടുക്കുന്ന ഒരു ജേണിയെ ഏറ്റവും മിനിറ്റുകളിലേക്ക് ചുരുക്കി കൊണ്ടുവരുന്ന ഒരു അത്ഭുതമാണ്. ഇറ്റ്സ് ദ വണ്ടർ ആൻഡ് ഹോപ്പ് ഓഫ് inventions, and it is transforming a mechanical journey into a poetic exploration of movement, power and transformation. അപ്പം മൂവ്മെൻറ്റിനെയും ഇന്നോവേഷൻസിൻ്റെ സ്ട്രെങ്ത്തിനെയും അത് കൊണ്ടുവരുന്ന ട്രാൻസ്ഫർമേഷനെയും ഒക്കെയാണ്, ചേഞ്ചിനെയും ഒക്കെയാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. So Stephen Spencer's The Express is far more than a simple description of a train journey. Then it is a profound meditation on technological progress, human potential and the poetry of movement. The poem transforms a mechanical journey into a metaphorical exploration of liberation. അപ്പോൾ വളരെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ട്രെയിനിൻ്റെ യാത്രയെ അതിനെ ഒരു ഹ്യൂമൻ ലിബറേഷനെ കുറിച്ചുള്ള, ഹ്യൂമൻ ഫ്രീഡം, സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചും, എങ്ങനെ ഏത് ടെക്നോളജിക്കൽ ഇൻവെൻഷൻ എന്ന് പറഞ്ഞാലും ബേസിക്കലി മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രസ്സിനെ കുറിച്ചും ആൻഡ് ദി കണ്ടിന്യൂസ് ഹ്യൂമൻ ഡ്രൈവ് ടു മൂവ് ഫോർവേഡ്, പുതിയത് കണ്ടുപിടിക്കാനും പുതിയ ഇൻവെൻഷൻസിലേക്ക് കുതിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ ആസ് എ ജനറേഷൻ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു പൊട്ടൻഷ്യലിനെ കൂടിയാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ടു കൺക്ലൂഡ്, by personifying the train and giving musical and emotional qualities, അപ്പോൾ ട്രെയിനിനെ പെർസോണിഫൈ ചെയ്ത് അതിന് മ്യൂസിക്കലും ഇമോഷണലും ആയിട്ടുള്ള ക്വാളിറ്റീസ് കൊടുത്തിട്ട് സ്പെൻഡർ ഇസ് ചലഞ്ചിങ് ദ റീഡേഴ്സ് ടു സീ ടെക്നോളജി നോട്ട് എസ് എ കോൾഡ് ആൻഡ് ഇംപേഴ്സണൽ തിങ്. ടെക്നോളജിയെ നമ്മൾ എപ്പോഴും പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുമ്പോൾ അതിനോടൊരു വിമുഖതയും പേടിയും ഇറ്റ്സ് കോമൺ. പക്ഷേ ഇവിടെ അതിനെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ലിവിങ് ഫോഴ്സായിട്ട് കാണാൻ, വളരെ ചടുലതയുള്ള ഒരു ലിവിങ് ഫോഴ്സായിട്ട് അതിനെ കാണുവാനും, ആൻഡ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഇൻസ്പയറിങ് ഹോപ്പ് ആൻഡ് വണ്ടർ. നമുക്ക് പുതിയ വെന്യൂസ് തുറന്നു തരാൻ അതിന് പറ്റിയേക്കാം എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് അതിനെ കാണാനുള്ളൊരു കോൾ കൂടിയാണ്, അതിനുള്ളൊരു ക്രൈ കൂടിയാണ് ഈ ഒരു പോം. സോ ദ എക്സ്പ്രഷൻ ഓഫ് ക്വീൻലി അൺകൺസേൺഡ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇടയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള വളരെ ക്വീൻലി ആയിട്ടുള്ള ഡിറ്റാച്ച്ഡ് ആയിട്ട് ആളുകളെ കാണുന്ന ആ ഒരു സാധനം അവിടെ കാണിക്കുന്നത് നമ്മുടെ കോമൺ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡൗട്ട്സും ഫിയേഴ്സിനെയും കൂടിയാണ്. പുതിയൊരു ഇൻവെൻഷൻ വരുമ്പോൾ അതിനോടുള്ളൊരു വിമുഖതയും പേടിയും കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഇൻവെൻഷൻസ് കൊണ്ടുവരുമ്പോൾ അതുണ്ടാക്കിയേക്കാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അതിൻ്റെ വയലൻറ്റ് സൈഡിനെ കുറിച്ചുമുള്ള ഇൻഡിക്കേഷൻസ് ഉള്ളിലുണ്ട്. എന്നിരുന്നാലും
അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ഓൺ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ് സ്പെൻഡർ ഇവിടെ കൊണ്ടുവരുന്നത്. സോ ഹ്യൂമൻ മെഷീൻ ഇൻട്രാക്ഷൻ ഈസ് ലുക്ക്ഡ് ത്രൂ ബേസിക്കലി എ പോസിറ്റീവ് പെർസ്പെക്റ്റീവ് ഈവൻ ദോ ദർ ആർ അപ്രിഹെൻഷൻസ്, ദർ ആർ ഡൗട്ട്സ്. Then the stylistic achievement of the poems we discussed along with the text. നമ്മൾ ടെക്സ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പെർസോണിഫിക്കേഷൻ, പിന്നെ മെറ്റഫേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കവിതയിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റഫേഴ്സ് എന്ന് പറയുന്നത് ആദ്യം ഒരു ക്വീൻ്റെ ഇമേജുമായിട്ട് ട്രെയിനിനെ ഇക്വേറ്റ് ചെയ്തു. ദെൻ ഒരു ഓഷ്യനിൽ സഞ്ചരിക്കുന്ന ഒരു ഷിപ്പുമായിട്ടാണ് ട്രെയിനിനെ പിന്നീട് ഇക്വേറ്റ് ചെയ്തത്. പിന്നീട് ഒരു മ്യൂസിക്കൽ കോമ്പസിഷനുമായിട്ട് ട്രെയിനിൻ്റെ നോയ്സും അതിൻ്റെ ചേഞ്ച് ഇൻ നോയ്സും ഇക്വേറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ അറ്റ് ലാസ്റ്റ് ത്രൂ ഫയർ പാസ് ചെയ്യുന്ന ഒരു കോമറ്റുമായിട്ട് നമ്മൾ ട്രെയിനിനെ കമ്പയർ ചെയ്തു. സോ ദീസ് ഓൾ മെറ്റഫേഴ്സ് ആർ യൂസ്ഡ്. Then the fusion of technological and poetic language is there. So the dynamic and rhythmic structure വളരെ ഒരു പെർട്ടിക്കുലർ മീറ്ററിൽ ഒതുങ്ങി നിൽക്കാതെ വളരെ ഫ്രീ ആയിട്ടുള്ളൊരു ഫോമിൽ എഴുതിയത് കൊണ്ട് തന്നെ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് കൊണ്ടുവരാൻ പോയറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. So that was all about this poem. If you have any queries, you may comment in the comment box. Thank you so much for listening to me.